സ്കൂളുകളിൽ ഡ്രസ്സ് അല്ലെങ്കിൽ ഡ്രസ് കോഡ് വീണ്ടും വിവാദമാകുമ്പോൾ പ്രധാന അധ്യാപികയ്ക്ക് ഏത് വസ്ത്രം ധരിക്കാം? പ്രധാന അധ്യാപികയും മാനേജ്മെൻറ്റുമായിട്ടുള്ള സംഘർഷം, അതാണ് ഇന്നത്തെ വീഡിയോ. സ്കൂൾ ക്ലാസ്സുകളിൽ മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾക്ക് യൂണിഫോം ഉണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ അതിലെ വിവാദങ്ങൾ കണ്ടതാണ്. സ്കൂൾ യൂണിഫോമിൽ ശിരോവസ്ത്രം ധരിക്കാമോ, ധരിച്ചൂടെയോ, ധരിക്കാൻ പാടില്ല, റോളിൻ്റെ നിയമങ്ങൾക്കെതിരെ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വിവാദങ്ങൾ കണ്ടതും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഒരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു എയ്ഡഡ്, അതായത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പ്രിൻസിപ്പാൾ, പ്രധാന അധ്യാപിക ചുരിദാറിട്ട് വന്നു. ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ചുരിദാറിൽ വരണ്ട, സാരിയും ബ്ലൗസും ധരിച്ചു വരണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ വാദം. പ്രിൻസിപ്പാൾ ചുരിദാറിൽ തന്നെ വരികയും അവിടെ ഗേറ്റിന് പുറത്ത് അവിടെ തന്നെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്ത കൊണ്ടുവന്ന സാധനങ്ങളും വെച്ച് അവിടെ ഇരിക്കുന്നതുമായിട്ടാണ് പത്രവാർത്തകൾ കാണുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥിനികൾക്ക് ആൺകുട്ടികളുടെയും അധ്യാപകന്മാരുടെയും വേഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ വിവാദങ്ങളും വന്നിട്ടില്ല. അതേസമയം വിദ്യാർത്ഥിനികളുടെ വേഷത്തിൽ, വിദ്യാർത്ഥിനികൾ സ്കൂൾ യൂണിഫോം തന്നെയാണ്. ഇപ്പം നമുക്ക് LP UP ക്ലാസ്സുകൾ വരെയുള്ളവർക്ക്, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് സ്കേർട്ടും ഷർട്ടും വേഷമായിരിക്കും. ചില സ്കൂളുകളിൽ 8ാം ക്ലാസ് മുതൽ ചുരിദാറും ടോപ്പും അതിനോടൊപ്പം ഒരു ഓവർകോട്ടും ആയിരിക്കും. ഏതായാലും അതിലെല്ലാം എല്ലാവരും കംഫർട്ടബിളാണ്. ചില കുട്ടികൾ അതിനോടൊപ്പം തന്നെ തലയിൽ തട്ടമിടുകയോ ശിരോവസ്ത്രം അണിയുകയോ ചെയ്യുകയും ഒക്കെ ചെയ്യും. അതിന് പലയിടത്തും പലതരത്തിൽ അത് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുവിധം സമരസപ്പെട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി അധ്യാപകരുടെ വേഷം. അപ്പോൾ വിദ്യാർത്ഥികളിൽ ചുരിദാറും ടോപ്പും ഒരു ഓവർകോട്ടും മിക്കപ്പോഴും ഉണ്ട്. അധ്യാപികമാരുടെ വേഷം നോക്കാം. അധ്യാപികമാരുടെ വേഷത്തിൽ ചുരിദാറാണ്. ഇപ്പം 99% ചുരിദാറാണ് ഉപയോഗിക്കുന്നത്. അതിനവർക്ക് അനുമതി കൊടുത്തിട്ടുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അധ്യാപകരെല്ലാവരും ചുരിദാറിലാണ്. ഇനി പ്രധാന അധ്യാപികയും ചുരിദാറായാൽ എങ്ങനെയായിരിക്കും? ഇതിൽ നിന്ന് പ്രധാന അധ്യാപികയെ തിരിച്ചറിയുന്നത് എങ്ങനെ? എൻ്റെ ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ 10-30 അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ 20 അധ്യാപികമാരുണ്ട്, അല്ലെങ്കിൽ 10 അധ്യാപികമാരുണ്ട്. ഇതിനിടയ്ക്ക് ഒരാൾ പ്രധാന അധ്യാപിക, അവരും ചുരിദാർ തന്നെ ഇട്ട് വന്നാൽ ഇവരെ തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ വിദ്യാർത്ഥികളെയും അധ്യാപികമാരെയും അവരെ പ്രായം കൊണ്ട് തിരിച്ചറിയാം. ചുരിദാറാണെങ്കിലും പ്രായം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. അത് വളരെ ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിക്കാം. ഈ അധ്യാപികമാരുടെ ഇടയിൽ അടുത്ത പ്രധാന അധ്യാപികയും ചുരിദാർ തന്നെ ആയാൽ ഇവരെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ പ്രധാന അധ്യാപിക ക്യാബിനിലുണ്ടായിരിക്കും, അവരുടെ ചേംബറിലുണ്ടായിരിക്കും. പ്രധാന അധ്യാപിക എന്ന് ബോർഡ് കാണും. അത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാനും പ്രധാന അധ്യാപികയായിട്ട്, അതായത് പ്രിൻസിപ്പളായിട്ട് സീറ്റിലിരുന്നിട്ടുള്ളതാണ്. ആ സീറ്റിനെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു വിലയും നിലയും ഒരു മഹത്വവും ഒരു പ്രൗഢിയും ഒക്കെ ഉള്ള ഒരു സീറ്റാണ്. കാരണം നമ്മളെല്ലാവരെയും ഒരേപോലെ കാണണം. നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ന്യായമായും ഉത്തരവാദിത്ത ബോധത്തോടെയും കർശനമായിട്ടും നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിന് വേണ്ട നയതന്ത്ര പാഠവം നമുക്കുണ്ടായിരിക്കുകയും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ ചോദിക്കാം, അവിടെ ഈ വസ്ത്രവുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ പ്രൗഢമായ
ലുക്കിന് എപ്പോഴും ഞാൻ പറയുന്നത് സാരിയും ബ്ലൗസും തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു ഇരുത്തം വന്ന ഒരു പ്രൗഢയായ നമ്മുടെ സാംസ്കാരിക പൈതൃകം പിന്തുടരുന്ന ഒരു ഇമേജ് തന്നെയാണ് ആ സീറ്റിലിരിക്കേണ്ടത്. ഇനിയിപ്പോൾ ചുരിദാറിൽ ഇരുന്നാൽ എന്താന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കും എൻ്റെ സങ്കല്പത്തിലും പ്രധാന അധ്യാപിക സാരിയും ബ്ലൗസും അണിഞ്ഞ്, അതായത് അവർക്ക് ചേരുന്ന തരത്തിലുള്ള, ഇപ്പോൾ കോട്ടൺ സാരിയോ അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് സാരികളോ അല്ലെങ്കിൽ പട്ടുസാരിയോ ഏതാണോ അവർക്ക് ചേരുന്നത്, അവരെ കാഴ്ചയിൽ ഭംഗിയായിട്ടിരിക്കുന്നത്, പ്രൗഢയായ ഒരു ലുക്ക് വരുന്നത്, ഒരു സ്മാർട്ട് ലേഡിയായിട്ട്, ഒരു കർത്തവ്യ നിപുണയായിട്ട്, ഒരു ചടുല നീക്കങ്ങളുള്ള ഒരു നല്ലൊരു മാതൃക അധ്യാപികയായിട്ട്, ലേഡിയായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയണം. ആ ഒരു ലുക്കിൽ അവരവിടെ ആ സീറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്തുകൊണ്ടും യോജിച്ചത് സാരി തന്നെയാണ്. ഒരു ചുരിദാർ എന്ന് പറയുമ്പോൾ അത് ഒരു ചെറുപ്രായക്കാരെ സൂചിപ്പിക്കുന്ന ഒരു ഡ്രസ്സാണ്. അതിപ്പോൾ നമ്മളെപ്പോലെ പ്രിൻസിപ്പാളെന്ന് അല്ലെങ്കിൽ പ്രധാന അധ്യാപിക എന്ന് പറയുമ്പോൾ അല്പം പ്രായം, കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാകുമ്പോൾ തന്നെ ഒരു പക്ഷേ 10, 40, 50 വയസ്സൊക്കെ ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോഴത്തെ നമ്മുടെ ബോഡി ലാംഗ്വേജിന് ചുരിദാർ അത്ര ഭംഗി ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചുരിദാർ കംഫർട്ടബിളാണ്, ദേഹമാസകലം മറഞ്ഞിരിക്കും, യാത്രയ്ക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സൗകര്യപ്രദമാണ്. ഒക്കെ ചുരിദാർ ധരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിശേഷ ദിവസമാണ് അന്ന് ചുരിദാർ ധരിക്കാം, സ്പോർട്സാണ്, ഒക്കെ ചുരിദാർ ധരിക്കാം. പക്ഷേ നമുക്കൊരു അവാർഡ് ദാന ചടങ്ങാണോ അല്ലെങ്കിൽ അതുപോലെ ഡെയിലിയുള്ള നമ്മുടെ റുട്ടീൻ കാര്യങ്ങൾക്കും പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രധാന അധ്യാപിക നല്ല റോൾ മോഡലായിട്ട്, നല്ല ഒരു ഇരുത്തം വന്ന, പദം വന്ന, പക്വമതിയായ ഒരു വനിതയായിട്ടാണ് അവിടെ കാണേണ്ടത്. അവർ വനിതയാണെങ്കിൽ, ലേഡിയാണെങ്കിൽ. അതേസമയം പുരുഷനാണ് പ്രധാന അധ്യാപകനെങ്കിൽ ഈ ഡ്രസ് കോഡുകളൊന്നും നമുക്ക് പ്രശ്നമല്ല. അദ്ദേഹത്തിന് മുണ്ടോ ഷർട്ടോ പാൻറ്റോ ഷർട്ടോ ഏതുമാകാം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന അധ്യാപികയുടെ റോളിൽ എൻ്റെ സങ്കല്പത്തിലും എൻ്റെ മനസ്സിലും ഞാൻ കാണുന്നതും എനിക്ക് കാണാൻ ഇഷ്ടവും സാരി ഉടുത്ത് വളരെ ലളിതവും സൗമ്യവും ശുഷ്കാന്തിയും നിപുണയും ആയിട്ടുള്ള ഒരു പ്രൗഢയായ ഒരു കുലീനയായ ജനസമ്മതിയുള്ള ഒരു ലേഡിയാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ സ്വപ്നത്തിലുള്ള പ്രധാന അധ്യാപിക അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ HM എങ്ങനെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അല്ലേ? ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാനും അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നത് കൊണ്ട് എപ്പോഴും ഞാനും സാരിയാണ് ഉപയോഗിച്ചിട്ട്, സാരിയും ബ്ലൗസും തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എനിക്ക് ചേരുന്നത് മാത്രം. പട്ടുസാരിയെന്നോ അല്ലെങ്കിൽ കോട്ടൺ സാരിയെന്നോ അങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് ചേരുന്ന സാരിയിൽ ഞാനും പരമാവധി നന്നായിരിക്കാനും പ്രൗഢമായിട്ട് തന്നെ ഇരിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഞാനും ആ സീറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതല്ലേ നമുക്ക് നല്ലത്. ഇനി മാനേജ്മെൻറ്റുമായിട്ടൊരു തർക്കത്തിന് പോകണോ? നമ്മുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാനേജ്മെൻ്റ് അല്ലേ, അപ്പം നമ്മുടെ സൗഹൃദത്തിൽ പോകേണ്ടതല്ലേ നല്ലത്. മാനേജ്മെൻറ്റുമായിട്ടൊരു തർക്കത്തിന് പോകണ്ട. അവിടെ അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഇച്ഛിക്കുന്നതോ അല്ലെങ്കിൽ അവർ നിഷ്കർഷിക്കുന്നതോ ആയ ഒരു ഡ്രസ് കോഡ് നമുക്ക് സ്വീകരിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇപ്പം മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന ഡ്രസ്സ് വിദ്യാർത്ഥികൾ ധരിക്കണം, പക്ഷേ അത് അധ്യാപകർ ധരിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ? അതിന് നമ്മൾ പ്രധാന അധ്യാപിക അതിന് മുതിരണോ? നമ്മൾ മാനേജ്മെൻറ്റിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സീറ്റാണ് പ്രധാന അധ്യാപികയുടേത്. മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും നടക്കണം, അവരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കണം, അവരുടെ നിഷ്കർഷകളും പാലിക്കണം, അതുപോലെ തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും റൂളുകളും പാലിക്കണം.
പക്ഷേ നമുക്ക് ചുരിദാർ അനുവദിച്ചിട്ടുണ്ട്, തെറ്റൊന്നുമല്ല. പക്ഷേ നമുക്കിപ്പോൾ മാനേജ്മെൻറ്റിന് ചുരിദാർ വേണ്ട, സാരി ഉടുക്കണമെന്നൊരു നിഷ്കർഷ വന്നാൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിലല്ലേ വർക്ക് ചെയ്യുന്നത്, അവരനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ നിയമം ബാധകമാണ്. അപ്പം നമുക്ക് അതുപോലെ അധ്യാപകർക്കും ബാധകമല്ലേ? നമ്മൾ ഈ ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നതല്ലേ, വിദ്യാർത്ഥികളുടെ ഡ്രസ് കോഡും മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നിലപാടും. അതുപോലെയല്ലേ അധ്യാപകർക്കും? അവിടെ വരുമ്പോൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ എടുക്കില്ല. ഞാൻ പ്രധാന അധ്യാപികയാണ്, അധ്യാപകർക്ക് ചുരിദാർ ഇടാം, അതുകൊണ്ട് ഞാനും ചുരിദാർ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ട. നമ്മൾ കുറച്ചൊന്ന് സഹിഷ്ണുതയോടെ, ഒരു സഹനശക്തിയോടെ കാര്യങ്ങൾ നോക്കിക്കണ്ടാൽ നമുക്കും മാനേജ്മെൻറ്റിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ പൊതുസമൂഹത്തിനും അതാണ് നല്ലത്. ഓരോരുത്തർ അവിടെ ഒത്തിരിച്ച് തീ കുത്തി കത്തിച്ച് കൊണ്ടുവരാതെ നമ്മുടെ അന്തരീക്ഷം വളരെ സഹിഷ്ണുതയോടും സഹവർത്തിത്വത്തോടും കടന്നു പോകാൻ, അതിന് നമ്മൾ മാതൃകയായിരുന്നാലേ നമ്മളെ പിൻപറ്റുന്ന നമ്മുടെ അധ്യാപകരും നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ വളർന്നു വരും. നമ്മൾ തന്നെ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾ അതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കുന്നത്? എന്നും അടിയും വഴക്കുമുള്ളൊരു ക്യാമ്പസ്, ഒരു വിദ്യാലയം ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് ആ പ്രധാന അധ്യാപിക, എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായം, മാനേജ്മെൻറ്റിനെ അനുസരിക്കുക. ചുരിദാറേ ധരിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അവിടുത്തെ ഫങ്ഷൻസിനോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ ചുരിദാർ ഉപയോഗിക്കാം. പ്രധാന അധ്യാപികയുടെ സീറ്റിൽ നല്ല ചേരുന്ന, ഇണങ്ങുന്ന, ഭംഗി തോന്നുന്ന, പ്രൗഢമായ ലുക്ക് വരുന്ന നല്ലൊരു സാരിയും ബ്ലൗസും അണിഞ്ഞ് ഒരു മഹതിയായിട്ട് ആ സീറ്റിലിരിക്കാൻ അത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രധാന അധ്യാപകരോ അല്ലെങ്കിൽ ഇനി പ്രധാന അധ്യാപികയാകുന്നവരോ ഈ നിർദ്ദേശം കേൾക്കുമെന്നും അഭിപ്രായങ്ങൾ പറയുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.